Hello guys, welcome to Devo's Beauty Tips and Life Vlogs. I look at you and it's easy to see you are that someone I've been trying to meet. അപ്പോൾ ഫൈനലി നമ്മൾ ഇന്ന് എത്രാമത്തെയാണ് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഒരു വർഷത്തെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഏഴാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ഇത്രയും നാളുള്ള അതായത് 7 ദിവസം ഏകദേശം ഒരു 1 വീക്ക് അല്ലേ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ചലഞ്ചസ് ഉണ്ടായിരുന്നു, ബട്ട് ഈ ഒരു ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 1 ഇയർ ചലഞ്ച്. അതിനകത്തേക്ക് ന്യൂ ജോയിനേഴ്സൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു വാം വെൽക്കം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് നമ്മുടെ ഹെയർ അല്ലേ. നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് പോലെ അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന പുറത്തുനിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കിടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഹെയർ, മുടി. അപ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് മാത്രമല്ല, മുടി ഇഷ്ടമുള്ളവർക്ക്, മുടി വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ചലഞ്ചിൽ ജോയിൻ ആവാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ഫസ്റ്റ് വീക്കിൽ ആ ഒരു എയിം എന്ന് പറയുന്നത് ഹെയർ ഫാൾ ഒന്ന് റെഡ്യൂസ് ചെയ്യുക, ഡാൻഡ്രഫ് ഒന്ന് കുറയ്ക്കുക എന്നാണ്. ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഡാൻഡ്രഫ് മാറാൻ എന്തോ 2 പാക്ക് എന്തോ സംതിങ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ബട്ട് സീരിയസ്ലി എനിക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞാണ്, എനിക്ക് നല്ല മാറ്റം ഉണ്ട്. എനിക്ക് കാര്യം, ഞാൻ ഇങ്ങനെ ആക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നന്നായിട്ട് ഡാൻഡ്രഫ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ വരുന്ന ഒന്നുമില്ല. ഇച്ചിങ് ഇല്ല, നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ഇന്ന് 7ാമത്തെ ദിവസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം നമുക്ക് നല്ലൊരു മാറ്റമുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും അങ്ങനെ പാക്ക് അപ്ലൈ ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീക്കിലി ഒരു 2 ടൈംസ് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ എല്ലാ ശനിയാഴ്ചകൾ ആണ് ഞാനിപ്പോൾ ഫിക്സ് ആക്കുന്നത്. അല്ലെങ്കിൽ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഹെയറിൽ മുട്ട കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയുള്ള ആ ഒരു ചലഞ്ചിൻ്റെ ഒരു കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. പിന്നെ പുതിയ ടിപ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇതുപോലെ ലോങ് വീഡിയോസുമായിട്ട് വരും കേട്ടോ. പിന്നെ ലോങ് വീഡിയോ ഇല്ലാത്ത ദിവസം ഷോർട്സ് ഉണ്ടായിരിക്കും. ഈ ഷോർട്സ് ലോങ് വീഡിയോ എല്ലാം കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, 1 ഇയർ ഹെയർ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ഡേയും ഞാൻ ഹെയറിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർക്കൊക്കെ അതിൽ പോയി ആ ഒരു പ്ലേലിസ്റ്റ് റെഫർ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചലഞ്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം എഗെയിൻ വെൽക്കം ഗൈസ്. അപ്പം ഇന്നത്തെ പാക്ക് എന്താണെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇന്നത്തേത് ഒരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പൂവൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇല എടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് പേരയിലയാണ്. അപ്പോൾ ഞങ്ങളുടെ വലിയൊരു പേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മുറിച്ച് കളഞ്ഞു. ഇതിപ്പം കുഞ്ഞതായിട്ട് കിളിർന്ന് വരുന്നതാണ്. പിന്നെ അച്ചാമ്മയുടെ വീട്ടിലുണ്ട്, അങ്ങോട്ട് പോകാനായിട്ടുള്ള മടി കാരണം ഞാൻ വീട്ടിൽ നിന്നത് തന്നെ പിച്ചി. അതിൽ നിന്നൊക്കെ തളർത്ത് വരുന്നതൊക്കെ എങ്കിലും അതിൽ നല്ലതൊക്കെ നോക്കി ഞാൻ പിച്ചിയെടുത്തു. പിന്നെ അതിന് ശേഷം വേണ്ടുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കുഞ്ഞ് കറിവേപ്പാണ് ഞങ്ങളുടേത്. അപ്പം വലിയ കറിവേപ്പില്ലായിരുന്നു. അതും എല്ലാം അച്ചാമ്മയുടെ വീട്ടിലുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ളൊരിത് മൂലം ഞാൻ പറിച്ചില്ല. അത് അമ്മ നട്ടൊരു റംബൂട്ടാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 ഇലകൾ നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. കാര്യം എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളോ പുഴുവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനാണ്, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. പിന്നെ ആ ഒരു ഇത്ര കഷ്ണം സവാള എടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ജാറിലേക്ക് ഇടുക, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇരിക്കുന്തോറും കട്ടിയാവുന്നൊരു പാക്കാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ ഹെയറിൽ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ബാല്യം ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലെ നഖങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്, വീണ്ടും റിലാക്സ് ചെയ്തിട്ട് വീണ്ടും റബ്ബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചെയ്തെടുക്കുക. അതിന് ശേഷം ചീപ്പ് ഉപയോഗിച്ച് മുടിയിലെ ജടയൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, മുടിയുടെ താഴെ അറ്റം തൊട്ട് മുകളിലേക്ക് വേണം ജട എടുക്കാനായിട്ട്. നമ്മുടെ ഒരുപാട് മുടി പൊഴിയാനും പാടില്ല, എന്നാൽ പൊഴിയാനായിട്ട് നിൽക്കുന്ന മുടികൾ പൊഴിഞ്ഞു പോവുകയും വേണം എന്നുള്ള രീതിക്ക് വേണം നമ്മൾ ചീപ്പ് വെച്ചിട്ട് ജട കളയാനായിട്ട്. അതിന് ശേഷം നല്ലൊരു രീതിക്ക് ജെൻറ്റൽ മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒരു മസാജ് ചെയ്യാൻ കേട്ടോ. പിന്നെ പാക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യാലും അതിന് മുമ്പേ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കണം. കാര്യം അവിടെ സ്റ്റിമുലേഷൻ ഉണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാക്കിൻ്റെ നറിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് സ്കാൽപ്പിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മസാജ് ചെയ്തിട്ട് മാത്രം പാക്ക് അപ്ലൈ ചെയ്യാം.
അതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലായിടവും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്താനായിട്ട്. അതായത് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ചെമ്പരത്തി പൂവില്ല, ചെമ്പരത്തി ഇല, കറിവേപ്പില, പേരയില, അപ്പോൾ എല്ലാ ഇലയുടെ ഒരു പരിപാടിയാണ്. ഇന്നൊരു ഗ്രീനി ടൈപ്പ് ഓഫ് പാക്കാണ് ഗൈസ്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു സവാളയുടെ ഒരു പകുതി എന്നല്ല, ഒരു സവാള 4ആയിട്ട് മുറിച്ചാൽ അതിനകത്ത് ഒരു പാർട്ട് അത്രത്തോളം സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉലുവ എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. ബട്ട് എനിക്ക് ഈ ഒരു ഉലുവ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് ഉലുവ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ബട്ട് എങ്കിലും ഞാൻ വിട്ടില്ല, അപ്ലൈ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു പ്രശ്നം എനിക്ക് മാറിക്കിട്ടി. പക്ഷേ നല്ല ഒരു ഉലുവയ്ക്കകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് നമ്മുടെ ഹെയറിന് വളരാൻ ആവശ്യമായിട്ടുള്ള. അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കി ഹെൽത്തി ആക്കി വെക്കാനും ഡാൻഡ്രഫ് മാറ്റാനും തലയിൽ ചൊറിച്ചിൽ പോലുള്ള കാര്യങ്ങൾ മാറ്റാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും ഈ ഉലുവ നമ്മളെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കറിവേപ്പിലയും പേരയിലും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തും വൈറ്റമിൻസും മിനറൽസും ഉണ്ട് മുടിക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മുടെ സ്കാൽപ്പിന് ഒരു നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോളിക്കിൾസൊക്കെ നന്നായിട്ട് ഹെയർ അതിൽ നിന്ന് ഡെവലപ്പ് ആകാൻ സഹായിക്കുന്നുണ്ട്. മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നാച്ചുറൽ കളർ കൊടുക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സവാള എന്ന് പറയുമ്പം അതിനകത്ത് സൾഫർ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിനായാലും സ്പ്ലിറ്റൻസിനെതിരെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഞാൻ സവാളയാണ് എടുക്കുക കേട്ടോ. കൊച്ചുള്ളി ആയാലും മതി. കൊച്ചുള്ളിയാണ് എല്ലാവരും പ്രിഫർ ആക്കുക. എനിക്ക് രണ്ടും ഒരുപോലെ ഫീൽ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, ലെന്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇന്ന് ഈ ഒരു പാക്ക് ഞാൻ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു പാക്ക് നമുക്ക് വാഷ് ഔട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിലായിരിക്കുമല്ലോ. ഇന്നലെ അത് അങ്ങനെ വിട്ടേക്കാനാണ് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം നമ്മളൊരു ഷാമ്പു, നമ്മൾ പുറത്തുനിന്നുള്ള ഷാമ്പു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ചലഞ്ചിൽ മാക്സിമം നമ്മൾ യൂസ് ആക്കില്ല. പിന്നെ മുട്ട യൂസ് ചെയ്യുന്ന ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് ഒഴിച്ചു വിടാൻ പറ്റില്ല, ആ ഒരു സ്മെല്ല് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഷാമ്പു യൂസ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ഷാമ്പൂൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു നാച്ചുറൽ ഷാമ്പൂൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ ഉറപ്പായിട്ടും ഇടും അത്. അപ്പം ഇന്ന് ടൈമിൻ്റെ കുറച്ച് പരിമിതികൾ മൂലം ഒക്കെ ആയതുകൊണ്ട്, അതുപോലെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇന്ന് ഈ ഒരു പാക്ക് ഞാൻ ഇൻക്ലൂഡ് ആക്കിയത്. അപ്പോൾ ഇത് ഒരു ഷാമ്പൂ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20, അതിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. 20 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ വെക്കേണ്ട. അതിനുശേഷം നിങ്ങൾക്ക് സാധാ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊന്നും ഇത് ഇരിക്കാനായിട്ട് പാടില്ല. നല്ല രീതിക്ക് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇത് അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരിച്ചെടുക്കുക. ഇത് ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരിച്ചെടുത്ത് കളയാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടിപൊളി ഹെയർ ടിപ്സും ബ്യൂട്ടി ടിപ്സും ലൈഫ് കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ.